പ്രാർത്ഥനയോടായിരിക്കണം. 16-ാം സങ്കീർത്തനമാണ് നാം വായിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. ബൈബിളില്ലാത്തവരാണെങ്കിലും വീട്ടിൽ പോയിട്ടാണെങ്കിലും ഒന്ന് വായിക്കണം. സ്തോത്രം. ഇത് 11 വാക്യമേ ഉള്ളൂ. ആവർത്തിച്ച് വായിക്കേണ്ടതും ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതുമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ദാവീദ് എഴുതിയ ഒത്തിരി സങ്കീർത്തനമുണ്ട്. എന്നാൽ ഈ സങ്കീർത്തനത്തിനൊരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് തന്നെ ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം. അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു പേര് തന്നെയാണ് സങ്കീർത്തനത്തിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം. സ്തോത്രം. ഇത് സ്തോത്രം, നാം ദൈവസന്നിധിയിൽ ആദ്യമായിട്ട് വരുന്നവരായിരിക്കാം, വർഷങ്ങളായിരിക്കാം. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം പ്രതീക്ഷിക്കണം, നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഒരു ദൈവമുണ്ട്. ചിലർ പറയുന്നത് വലിയ വിദ്യാഭ്യാസമൊക്കെ കൂടിക്കഴിയുമ്പോൾ വലിയ പണ്ഡിതനായി പഠിച്ച് ഒക്കെ ദൈവത്തെ തന്നെ പഠിക്കാൻ ചെല്ലുന്നവർ കുറച്ച് കഴിയുമ്പോൾ പറയും ദൈവമൊന്നുമില്ലെന്ന് പറയും. സ്തോത്രം. അതാണ് കർത്താവ് പറഞ്ഞത്, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. ദൈവമുൻപാകെ ശിശുവായി താഴ്മയോട് കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. പഴയ ആൾക്കാർ, പ്രായമുള്ളവർ ഒരു താണ നിലത്തെ നീരോടു, അവിടെ ദൈവം തുണ ചെയ്യും. താഴോട്ട് മാത്രമേ താണ നിലത്തെ നീര് വെള്ളം ഒഴുകത്തുള്ളെന്ന്. നീ എത്രമാത്രം താണു കൊടുക്കുന്നു അവിടെയൊക്കെ ദൈവകൃപ ഒലിച്ചു വരത്തുള്ളെന്ന്. ദൈവകൃപ നിന്നിലേക്ക് വരണമെങ്കിൽ താഴ്മ വേണം. തകർന്നും നുറുങ്ങിയുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. അപ്പം നമുക്ക് വേണ്ടത് വലിയ ഡിഗ്രി അല്ല, തകർന്നും നുറുങ്ങിയുമായൊരു ഹൃദയം, ദൈവസന്നിധി ഭയഭക്തിയുള്ളൊരു ഹൃദയം. സ്തോത്രം. മറ്റുള്ളവരുടെ കഷ്ടത കാണുമ്പോൾ ഒരു തകർച്ച, കർത്താവേ നീ കരുണ കാണിക്കണമേ. ഏത് വ്യക്തിയാകട്ടെ, അങ്ങനെയുള്ള ഒരു ഹൃദയം, അങ്ങനെയുള്ള ഹൃദയത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പം സ്തോത്രം, ദൈവമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. അപ്പോൾ തന്നെ ആ സൃഷ്ടിപ്പിൽ നിന്നും ആകാശത്തിൽ അനേക പറവകളും കാര്യങ്ങളും, ഭൂമിയിൽ അനേക ജാതി മൃഗങ്ങൾ, കടലിൽ, എന്നാൽ ഈ സൃഷ്ടിപ്പിനേക്കാളെല്ലാം ശ്രേഷ്ഠമായൊരു സൃഷ്ടിപ്പാണ് എൻ്റെ സൃഷ്ടി. ദൈവത്തിൻ്റെ മകുടമായി ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവത്തിൻ്റെ ആ ജ്ഞാനത്തിൽ സ്തോത്രം, ദൈവത്തിനെ ഒരു മനുഷ്യനോട്, ദൈവത്തിനെ ഒരു വ്യക്തിയോട്, നമുക്ക് തന്നെ സ്തോത്രം ഒരു വ്യക്തിയോട് കാണിക്കാവുന്ന ഏറ്റവും ഒരാളിനോട് ദൈവം കാണിക്കാമെന്ന ഏറ്റവും വലിയ ആദരവ് എന്തായിരിക്കും? നമ്മുടെ പണമെല്ലാം കൂടെ കൊടുക്കുന്നതാണ്. ബൈബിളിലൊക്കെയുള്ള വാക്യമായി പറയുന്നത് എന്താണ്? സ്തോത്രം. അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എന്താണ് സ്തോത്രം? ഒരു കുടുംബജീവിതം തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. ഒരു കുടുംബജീവിതം തുടങ്ങി, ഒരു കുഞ്ഞിനെ കിട്ടി, ഒരു കുഞ്ഞ് ജനിച്ചു. സ്തോത്രം. ആദ്യം നോക്കുന്ന ഈ കുഞ്ഞ് ആരെ പോലെ ഇരിക്കുന്നതാണ്, അല്ലേ? സ്തോത്രം. പപ്പായെ പോലാണെന്ന് മമ്മി കേൾക്കുമ്പോൾ അവർക്കൊരു പ്രയാസമാണ്, അല്ലേ? മമ്മിയെ പോലാണെന്ന് പറയുമ്പം പപ്പ കേൾക്കുമ്പോൾ, അപ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്തോ വേണം, ഇന്നാരെ പറിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഒന്ന് ചോദിക്കും, ഇതുതന്നെയാണ്. അപ്പം ഒരു അപ്പൻ്റെ, ഒരു അമ്മയുടെ മനസ്സിലുള്ള ഏറ്റവും സന്തോഷം അതാണ്. ഇതുപോലാണ് ദൈവം ഒരു മനുഷ്യനോട് കാണിക്കാമെന്ന, മനുഷ്യവർഗത്തോട് കാണിക്കാമെന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ആദരവ്, ദൈവത്തോടുള്ള, മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ ആരം എങ്ങനെ വെളിപ്പെടുത്തിയെന്നറിയാമോ? എങ്ങനെ? സ്വന്തം സ്വരൂപത്തിലും നാം നമ്മുടെ സ്വരൂപത്തിൽ, ഉൽപ്പത്തി 1:26, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ സാദൃശ്യം, ഓൺ ഇമേജ്, അതാണ് ദൈവത്തിന് ഒരു മനുഷ്യനോടുള്ള ഏറ്റവും വലിയ ആദരവ് ദൈവം കാണിച്ച. തിരിച്ച് നമ്മൾ എന്താ ചെയ്യണം? അവനെ എന്ത് ചെയ്യണം? മാനിക്കണം, അവനെ ആദരവ്. നമ്മൾ കാണിച്ച ഏറ്റവും വലിയ അനാദരവ് എന്താ? അതും പറയണമല്ലോ. നമ്മൾ തിരിച്ച് ദൈവത്തിനോട് അനാദരവ് കാണിച്ചു. അതാ അനാദരവ്. എന്താ ആദരവ്? ആദരവിന് ഓപ്പോസിറ്റാണ്. ദൈവത്തെ കണ്ണി കണ്ടതിനെയല്ല ദൈവമെന്ന് കരുതി, ദൈവത്തിൻ്റെ ആ തേജസ്സിനെ നീക്കിക്കളഞ്ഞു. അവന് തോന്നിയതുപോലെ ദൈവത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതാണ് ദൈവം, മനുഷ്യൻ ദൈവത്തോട് കാണിച്ച ഏറ്റവും വലിയ അനാദരവ്. അപ്പം നാം ചിന്തിക്കണം, ഇന്ന് പകൽക്കാലം നമ്മൾ പല കളറാണ്, പല രീതിയാണ്, പല ഹൈറ്റാണ്, ഇതൊന്നും നോക്കണ്ട. ഇതിനകത്ത് വസിക്കുന്നവനാണ് ദൈവം. അതാണ് ഓൺ ഇമേജ്.
ആ സ്വഭാവമാണ്. അതാ ദൈവത്തിൻ്റെ ഓൺ ഇമേജ് എന്ന് പറയുമ്പോൾ. സ്വത്രം ദൈവത്തിൻ്റെ അങ്ങനെയൊക്കെയാണോ? നമ്മളെപ്പോലാണോ ദൈവം ഇരിക്കുന്നത്? ആണോ? അങ്ങനെയാണെങ്കിൽ പല രൂപത്തിലുണ്ട്. അപ്പോൾ പല രൂപത്തിലാണോ ദൈവം ഇരിക്കുന്നത്? അതല്ല. അപ്പം പിന്നെ അത് ഞാൻ എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാകുന്നൊരു ഭാഷ പറയാം. ഇവിടെയൊക്കെ കടലുണ്ടല്ലോ, നിങ്ങൾ കടൽ കണ്ടിട്ടില്ലേ? കടൽ തീരത്ത് പോയി നിൽക്കണം. ഈ കടൽ തീരത്ത് പോയി നിൽക്കുന്ന ഉടനെ സ്വത്രം ഇങ്ങനെ എന്ത് ചെയ്യുന്നു? തിര ഇങ്ങനെ അടിച്ച് നോക്കുക. നമുക്ക് ആർക്കെങ്കിലും നോക്കി പറയാം ഇന്ന ദിക്ക് ഇന്നടമാണ്, ഇന്ന ദിക്ക് ഇന്നടമാണെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ കണ്ണെത്തത്തില്ല, അത്രമാത്രം ആഴമാണ്. തീരെ കുറഞ്ഞ മിനിമം ഒരു കടലിൻ്റെ ആഴം 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉണ്ട്, തീരെ കുറഞ്ഞത്. താഴ്ചയാണ് പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള ഈ കടൽ, കിലോമീറ്ററുകൾ നീളത്തിലുള്ള കടൽ, ഈ കടലിൻ്റെ തീരത്ത് എന്നിട്ട് നിങ്ങൾ ഒരു കൈ വെള്ളം കോരി, ശ്രദ്ധിക്കണേ, നിങ്ങൾ ഇതിന് കൈ പിടിച്ചിട്ട് ഇത് കടലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും. പക്ഷേ അതിനകത്തൊരു സത്യമുണ്ട്. അതെന്താ? ഈ 4 കിലോമീറ്റർ താഴ്ചയിലോ 10 കിലോമീറ്റർ ദൂരത്തിലോ പോയി വെള്ളമെടുത്ത് അത് പരിശോധിച്ചാലും ഈ കയ്യിലുള്ള വെള്ളം, ആ വെള്ളത്തിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടോ അതെല്ലാം ഈ കയ്യിലുള്ള വെള്ളത്തിൽ ഉണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ അളവിൻ്റെ ഏതെങ്കിലും ഒരു അംശമെങ്കിലും ഇതിനകത്തുണ്ട്. അപ്പം ഇതാണ് ദൈവത്തിൻ്റെ ഓൺ ഇമേജ്. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സർവ സ്വഭാവവും നമ്മളിലുണ്ട്. ദൈവത്തിൻ്റെ സർവ സ്വഭാവവും. അതാ 8-ാം സങ്കീർത്തനത്തിൽ അവനെ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. പിന്നെ സ്തോത്രം, അവൻ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. തേജസ്സും ബഹുമാനവും. അപ്പം ഇതാണ് മനുഷ്യൻ. ഇത് മറ്റൊരു ജീവജാലങ്ങൾക്കുമില്ല. സ്തോത്രം. അതുകൊണ്ട് ഇനി ഒരിക്കലും മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കുന്ന ഒന്നിനെയും നാം എന്ത് ചെയ്യരുത്? ദൈവമെന്ന് പറയരുത്, അതിനെ നമസ്കരിക്കരുത്, ആരാധിക്കരുത്. പറഞ്ഞോ, നീ അതിനെ ഉണ്ടാക്കിയാൽ അതാരല്ല? ദൈവമല്ല. ആരെല്ലാം പറഞ്ഞാലും നീ അതിൻ്റെ മുമ്പിൽ പോയി നമസ്കരിക്കുമ്പോൾ നിന്റെ എന്തെങ്കിലും കാര്യം സാധിച്ചാൽ അത് തന്നതല്ല. അതൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഹോശേയ പ്രവചനം 2-ാം അധ്യായം 12 അങ്ങോട്ട് താഴോട്ട് വായിച്ചാൽ മതി. ഞാൻ നിനക്ക് തന്ന സർവ്വ നന്മയും നീ അരിച്ചു. സ്തോത്രം. നീ അതെല്ലാം നിന്റെ ദേവന്റെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു ഇതെല്ലാം നീ തന്നതാണെന്ന്. ഇതൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ എന്തെല്ലാം ഉണ്ടെങ്കിലും അത് ദൈവം തന്നതാ. അതുകൊണ്ട് ദൈവത്തിൻ്റെ രൂപം ഉണ്ടാക്കി നമ്മൾ ആരാധിക്കേണ്ട. ദൈവത്തിൻ്റെ അതുകൊണ്ട് ഒരു രൂപമില്ലെന്നാണ് ദൈവവചനത്തിൽ. അവൻ ആത്മാവാണ്. അതുകൊണ്ട് സ്തോത്രം, ആ കരം നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചിട്ട് പറ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സാദൃശ്യമാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വരൂപമാണ്. അവൻ്റെ ഓൺ ഇമേജിൽ, അവൻ്റെ ദിവ്യ സ്വഭാവത്തോട്, അവൻ്റെ തേജസ്സോട് എന്നെ സൃഷ്ടിച്ചതിനാൽ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഞാൻ ഹൃദയം തുറന്ന് എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. സത്യം പറ, ഇന്ന് ആദ്യമായിട്ടല്ലേ അങ്ങനെ പറഞ്ഞ്? ജീവിതത്തിൽ ഇന്ന് വരെ ജനിച്ചത് ഇന്ന് വരെ ആദ്യമായിട്ടല്ലേ പറഞ്ഞ് ഇങ്ങനെ എന്നെ എൻ്റെ ദൈവത്തിൻ്റെ സ്വരൂപത്തെ സൃഷ്ടിച്ചതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നതെന്ന് ആദ്യമായിട്ടല്ലേ? അങ്ങനെ ഒന്ന് പറയാൻ കൃപ ലഭിച്ചില്ലേ? ഇതൊക്കെ ഇതിനകത്തുള്ള വാക്യമാണ്, സമയമില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയും. അപ്പം അങ്ങനെ സ്തോത്രം, ഈ അനുഗ്രഹം നമുക്കെല്ലാം അനുഗ്രഹം വേണ്ടി. അനുഗ്രഹം ആദ്യം കിട്ടത്തില്ല. സ്തോത്രം. അനുഗ്രഹത്തിനൊരു വരിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ ഇവിടെ സ്തോത്രം, അപ്പം ദൈവത്തിൻ്റെ മണികുടമാണ് മനുഷ്യൻ, അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ശ്രേഷ്ഠത. ഇനിയും സ്തോത്രം, ഏറ്റവും ബുദ്ധിമാൻ ആരാ? ചൊവ്വയിൽ പോയവൻ, ചന്ദ്രനിൽ പോയത്, പിന്നെ ശാസ്ത്രജ്ഞന്മാർ ആണോ? അത് ഒരേപോലെ 2 സങ്കീർത്തനം എഴുതി, 2ഇടത്തും ഒരുപോലെ എഴുതി വെച്ചു. 14-ാം സങ്കീർത്തനം 3-ാം വാക്യം, പിന്നെ 52-ാം വാക്യം, പിന്നെ 53-ാം സങ്കീർത്തനം 2-ാം വാക്യം. ഏതെങ്കിലും ഒന്നെടുത്ത് വായിരേ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ. കണ്ടോ? എന്നിട്ട് അടുത്ത വാക്യം നോക്കിയേ. എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കുക. അപ്പോൾ നമ്മുടെ ജോലി ചെയ്യണം. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ ആരെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കണം. ദൈവത്തെ ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അന്വേഷിക്കുന്നവരല്ല, നമ്മൾ കണ്ടെത്തിയവരാണ്. അപ്പം നമ്മൾ എല്ലാ ദിവസവും ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ലെന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തിന് എപ്പോഴും മഹത്വം കൊടുക്കണം. അതിനുവേണ്ടി ഒരു മഹത്വം കൊടുത്ത് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ.
ഇതിനെല്ലാം പ്രതിഫലമുണ്ട് കേട്ടോ. ദൈവത്തെ അറിഞ്ഞ് നമ്മളിങ്ങനെ സ്തോത്രം ചെയ്തിങ്ങനെ വരികയല്ലേ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവത്തിന് നമ്മൾ ബഹുത്വം കൂടെ. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, ഭയഭക്തിയോടെ നിൽക്കുന്നവൻ. സ്തോത്രം. നിങ്ങളെ ആയിരിക്കരുത് ഹല്ലേലൂയ നമ്മൾ മാത്രമേ ഉള്ളെന്ന്. ഒരു മെഴുകുതിരി കത്തിക്കുന്നവൻ അവൻ്റെ ഉള്ളിലുള്ള ഒരു ദൈവഭയമാണ്. ഒരു പൂജ ചെയ്യുന്നവൻ അവൻ്റെ മുമ്പിലുള്ള ഒരു ദൈവഭയമാണ്. പക്ഷേ അവരെയെല്ലാം അതൊരു സത്യമാർഗമായില്ല. അവൻ്റെ ഉള്ളിൽ ദൈവ സാദൃശ്യത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തിനാ? പണ്ട് മുനിമാരും മഹർഷിമാരും ഒക്കെ അങ്ങും ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കും. അവരുടെ ഉള്ളിൽ സമാധാനമില്ല. ദൈവത്തെ അറിയണം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സ്തോത്രം, ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നടത്തണമേ, മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് നടത്തണമേ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നടത്തണമേ എന്ന് അവരവിടെ പോയിരുന്നപ്പം വെളിപ്പെട്ടതാണ്. അവിടെ മനസ്സിൽ വെളിപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം കൂടെ ഒത്തുവന്നതാരാ? യേശുക്രിസ്തുവിലാണ്. അപ്പം അതുകൊണ്ട് സ്തോത്രം, നാം ദൈവത്തെ അന്വേഷിക്കുന്നവരായി ഇരിക്കണം നാം. അപ്പോൾ നമ്മൾ ബുദ്ധിമാന്മാരാണ്. അപ്പം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നോട് യാചിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് വായിച്ചു. എബ്രായ ലേഖനം 11:6 വാക്യം പെട്ടെന്നൊന്ന് വായിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. 11:6 വാക്യം. എന്നാൽ വിശ്വാസം കൂടാതെ നോക്കിയ ദൈവത്തിൻ്റെ അടുക്കൽ ദൈവത്തെ അന്വേഷിച്ച് വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലേ. അപ്പം ദൈവത്തെ അന്വേഷിക്കുന്നവരൊരു, നീ എല്ലാ കാലത്തും ഭക്തിയോടിരിക്കുക, നിനക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം. അപ്പം ഇന്നു പകൽക്കാലം നീ ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തെ ബഹുമാനിച്ച് ഇവിടെ വന്നെങ്കിൽ നിനക്കൊരു പ്രതിഫലം ഉണ്ടെന്ന്, നിനക്കൊരു അനുഗ്രഹം ഉണ്ടെന്നും ഇത് നീ വിശ്വസിക്കണം. ഇത് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കണം. സ്തോത്രം. ഇവിടെ സ്തോത്രം നോക്കണം. ഈ സങ്കീർത്തനക്കാരൻ അതുകൊണ്ട് പറയുന്ന വാക്ക് 1-2 പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. ദൈവമേ, 1-ാം വാക്യം നോക്കിയേ. ദൈവമേ ഞാൻ നിന്നെ, 16-ാം സങ്കീർത്തനം. ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഈ ലോകത്തെ ദുഷ്ടൻ അധിവസിക്കുന്ന, അനീതിയുള്ള, ദുഷ്ടതയുള്ള, ദോഷമുള്ള, ഇപ്പം സ്തോത്രം, പട്ടിയെ കൊല്ലാൻ പറ്റത്തില്ല, പാമ്പിനെ കൊല്ലാൻ പറ്റത്തില്ല, പിന്നെ ആരെ മാത്രം കൊല്ലാം? മനുഷ്യനെ കൊല്ലാം, ഒരു പ്രശ്നമില്ല. അതെത്ര വേണേലും കുത്തുവോ വെട്ടുവോ ഒക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് വന്നിരിക്കും. അവിടെ പറയുകയാണ്, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. അടുത്ത വാക്ക് നോക്കിയേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു. ഇത് നമ്മൾ വിശ്വസിക്കണം. കർത്താവേ, നീ എൻ്റെ കർത്താവ്. ഒത്തിരി ദൈവങ്ങളെന്ന് പറയുന്നവരും ഒക്കെ ഈ ഭൂമിയിലുണ്ട്. ദൈവങ്ങളെന്നൊക്കെ പേരുള്ള ഒത്തിരിയുണ്ട്. അതൊക്കെ അതിനകത്ത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. യെശയ്യാപ്രവചന പുസ്തകവും കൊരിന്ത്യ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. അനേക കർത്താക്കന്മാരെന്ന് പേര് പറയുന്നവരുണ്ട്. എന്നാൽ നീയാകുന്നു ഞങ്ങളുടെ കർത്താവ്. സ്തോത്രം. അപ്പൊ നോക്കണം, ദൈവങ്ങളെന്ന് പറയാൻ അനേകരുണ്ടെങ്കിലും യഹോവേ നീയാകുന്നു എൻ്റെ കർത്താവ്. നോക്കിയേ, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീയാകുന്നു കർത്താവ്, നീയാണ് എൻ്റെ കർത്താവ്, നീ ഒഴികെ എനിക്കൊരു. അപ്പൊ ഇന്നു വരെ ലഭിച്ച സർവ്വ അനുഗ്രഹവും നന്മയും സർവ്വ ആരോഗ്യവും സൗന്ദര്യവും സർവ്വതും എൻ്റെ കർത്താവ് എനിക്ക് തന്നതാ. കരം ആ നെഞ്ചത്തോട്ട് വെച്ചിട്ട് ആ പ്രഖ്യാപനം നടത്താമോ? യഹോവേ, കർത്താവായ യേശുവേ, നീയാകുന്നു എൻ്റെ കർത്താവ്, നീ ഒഴികെ എനിക്കൊരു. ഒന്നുകൂടെ പറയാമോ? നാവ് തുറന്നൊന്ന് പറയാമോ? കർത്താവേ, നീ ആകുന്നു എൻ്റെ കർത്താവ്, നീ ഒഴികെ എനിക്കൊരു. ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാട്ടെ. കർത്താവേ, നീ ആകുന്നു എൻ്റെ കർത്താവ്, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അപ്പം സ്തോത്രം. എന്നിട്ട് സ്തോത്രം, നീ ഒഴികെ സ്തോത്രം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒന്ന് വിശ്വസിക്കുക. 5-ാം വാക്യം, നീ എനിക്കുള്ള ഓഹരിയെ. ദൈവത്തിലുള്ള പ്രത്യാശ, വിശ്വാസം. ഒരപ്പന് 5 മക്കളുണ്ട്, 10 സെന്റ് ഭൂമിയേ ഉള്ളെങ്കിലും 5 മക്കൾക്കും അവകാശപ്പെട്ടു. ഞാൻ ദൈവത്തിന്റെ വകയാണോ? ദൈവത്തിൻ്റെത് എനിക്ക് അവകാശപ്പെട്ടതാ. നീ എൻ്റെ ഓഹരിയാണ്, നീ എൻ്റെ പാനപാത്രമാണ്, നീ എനിക്ക് ഓഹരിയെ പരിപാലിക്കുന്നു.
എന്നിട്ട് ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിർത്തട്ടെ. അതിൻ്റെ 8ാമത്തെ വാക്യം, എനിക്ക് ഒരു ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. തുടർന്നുള്ള വാക്യം അതും കൊണ്ടുണ്ടായ സന്തോഷം മൊത്തമാണ്. 11 വാക്യമുണ്ട്, അതും കൊണ്ടുള്ള പ്രയോജനമാണ്. എണ്ണി 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 പറയുക. എന്താ കാര്യം? യഹോവേ, ഞാൻ നിന്നെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. കണ്ടോ? എന്ത് വന്നാലും, സുനാമി വരട്ടെ, കാലാവസ്ഥ മാറി വരട്ടെ, ജോലി പ്രതികൂലം വരട്ടെ, രോഗം വരട്ടെ, എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും വരികയില്ല. എൻ്റെ കർത്താവ് അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കയില്ല. ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഉറച്ചു നിൽക്കുമെന്ന്, അവൻ ഓടിപ്പോകത്തില്ലെന്ന്. അവൻ പ്രതികൂലം കണ്ടുമ്പോൾ, തീച്ചൂള കണ്ടാൽ അവൻ ഓടിപ്പോകത്തില്ല, സിംഹക്കുഴി കണ്ടാൽ അവൻ ഓടിപ്പോകത്തില്ല. തീച്ചൂളയിൽ നിന്ന് വിടിവിച്ചില്ലെങ്കിലും എന്നായിരിക്കുന്നു അല്ലേ? സ്തോത്രം. വിടിവിപ്പാനിൻ്റെ ദൈവത്തിന് കലിയും വിടിവിച്ചില്ല. അവർ പോലും പ്രതീക്ഷിച്ചല്ലോ ഈ ദൈവം എനിക്ക് വേണ്ടി തീച്ചൂളിൽ ഇറങ്ങി വരുമെന്ന്. നീ ഉറപ്പോട് നിന്നാൽ നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഏതു സാഹചര്യത്തിലും ഇറങ്ങി വരും, എവിടെയും ഇറങ്ങി വരും. ആർക്കും തടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഏതു സമയത്തും അവൻ ഇറങ്ങി വരും. ഏത് കൂരിരുട്ടിലും അർദ്ധരാത്രിയിലും ഏത് രോഗത്തിൻ്റെ നടുവിലും അവൻ ഇറങ്ങി വരും. ഡോക്ടേഴ്സ് എഴുതിയൊക്കെ തള്ളും. ആ കുഞ്ഞിനെ കൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, സ്തോത്രം, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് സമയം ഞങ്ങൾക്ക് വേണം, എങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമെന്ന്. ഇങ്ങനെയൊക്കെയുള്ള എന്താ രോഗമെന്നറിയത്തില്ല, ഇതിനു മുമ്പ് പനിയില്ല, ഒന്നുമില്ല, ഏതു സമയത്താ എപ്പോഴാ. ചുരുക്കം പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഈ ശരീരത്തിലെ ഒരു വെയിൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ, എവിടെയെങ്കിലും ഒന്ന് ചെറിയ വെയിനിൽ ഒരു തടസ്സമുണ്ടായാൽ നമ്മൾ ഏതുമില്ല, ഒന്നുമില്ല എന്നൊരു തോന്നൽ നമുക്ക് വേണം. എൻ്റെ ദൈവം എനിക്ക് കൃപ തന്നെങ്കിലേ എനിക്ക് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. നമുക്ക് ആർക്കും വമ്പ് പറയാൻ കഴിയത്തില്ല. ഞാനൊരു ഇത്ര വർഷം കൂടെ ജീവിക്കും, ഞാൻ ഇന്ന പോലൊക്കെ ചെയ്യും. യാക്കോബ് പറയുന്നത് പോലെ ഞാൻ ഇന്ന പട്ടണത്തിൽ പോയി ധനമുണ്ടാക്കും നീ പറയരുതേ. അത് പറയുമ്പോൾ നീ ദൈവത്തോട് വമ്പ് പറയുന്നെന്ന്. ദൈവത്തിന് കൃപയുണ്ടെങ്കിൽ എല്ലാം നീ കൃപ ചേർത്ത് വേണം പറയാ. എൻ്റെ ദൈവത്തിൻ്റെ കരുണ ഞാനവിടെ പറഞ്ഞു വിടട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തുടർന്നുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. എണ്ണി എണ്ണി പറയുകയാണ്, അവൻ്റെ വലത്ത് ഭാഗത്തോട് ഞാൻ കുലുങ്ങിപ്പോൾ. അതുകൊണ്ട് എൻ്റെ എപ്പോഴും കർത്താവിനെ മുമ്പിൽ വയ്ക്കണം. ജോലിക്ക് പോകുമ്പോൾ, താലിയോട്ട് പോകുമ്പോൾ, കിടക്കാൻ തുടങ്ങുമ്പോൾ, എഴുന്നേറ്റിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആരോട് ജോലി തുടങ്ങുമ്പോൾ, ജോലി കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ, ജോലി തുടങ്ങുമ്പം പ്രാർത്ഥിക്കും, തിരിച്ചു പോരുമ്പം പ്രാർത്ഥിക്കും, കർത്താവേ സ്തോത്രം, ഞാൻ ഭവനത്തിലേക്ക് പോവുകയാണ്, ആരോഗ്യത്തോടെ, തെറ്റും കുറ്റവും വരാതെ, ദുഷ്ടൻ്റെ കയ്യിൽപ്പെടാതെ, അധികാരികളുടെ മുമ്പിൽ തെറ്റും കുറ്റവും വരാതെ നീ എന്നെ സൂക്ഷിച്ചതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീ എനിക്ക് ആരോഗ്യം തന്നല്ലോ, ബലം തന്നല്ലോ എന്ന്. നമ്മൾ ജോലിക്ക് തുടങ്ങുമ്പോൾ മിക്കവാറും പ്രാർത്ഥിക്കുന്നവരാ. അങ്ങനെ തിരിച്ചു പോരുമ്പോൾ പ്രാർത്ഥിക്കുമോ? ജോലി ലഭിച്ച് ജോലി ദിവസങ്ങളോളം ഉപവസിച്ച് ദൈവം എനിക്കൊരു ജോലി തരണമെന്ന് പറയും. വേറെ ഒരു ജോലി നന്മ കാണുമ്പോൾ ദൈവത്തോട് പറഞ്ഞിട്ടാണോ റിസൈൻ ചെയ്യുന്നത്? ദൈവത്തോട് പറയണം, നീ എനിക്ക് തന്ന ജോലിയാണല്ലോ, ഞാൻ റിസൈൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവിടുന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യാം. കാരണം നീ പോകുന്നിടത്ത് എന്തു അപകടം മറഞ്ഞിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പം നീ ചോദിച്ചു വാങ്ങുന്നത് പോലെ തിരിച്ചു നീ എന്ത് ചെയ്യണം? ചോദിച്ച ഒരു കാര്യം, നീ പിതാവാണ്, അവനോട് ചോദിച്ചു വേണം എല്ലാം ചെയ്യുവാൻ. ഞാനവിടെ നിർത്തട്ടെ, നോക്കണം. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ മനസ്സാനന്ദിക്കുന്നു, എൻ്റെ ജഡം നിർഭയമായി വസിക്കും. കാര്യമെന്നാ? എപ്പോഴും എൻ്റെ കർത്താവിനെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധി സന്തോഷ പരിപൂർണത, നിന്റെ വലത്തുഭാഗത്തെന്നും പ്രബോധമുണ്ട്. എന്താ കാര്യം? എൻ്റെ കർത്താവിനെ ഞാൻ എപ്പോഴും മുമ്പിൽ വെച്ചിരിക്കുന്നു. കരമുയർത്തി ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇങ്ങനെ നമ്മൾ കർത്താവിനെ മുമ്പിൽ വയ്ക്കണം. നമ്മളെ മനസ്സിൽ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് വലിയ അറിവൊന്നുമില്ലെങ്കിലും, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ദൈവത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം. വേറെ ഒന്നും വേണ്ട. ഉള്ളിൽ ഭയം കാണും, ഭീതി കാണും. നമ്മൾ മനുഷ്യരാ. ഒരു വാക്യം വായിച്ചിട്ട് അതല്ല ഇപ്പുറത്തേക്ക് ഞാൻ വരാം.
ഒരു വാക്യം വായിച്ചു നോക്കിയേ. ഒരു ഭയം ഉള്ളത് എങ്ങനെയാണെന്ന് നോക്കിയേ. സ്തോത്രം. ഒരു മനുഷ്യൻ പറയുന്നൊരു വാക്യം നോക്കിയേ. നമുക്കറിയാവുന്നൊരു വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യം ഒന്ന് വായിച്ചേ പെട്ടെന്ന്. ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 12. അല്ലയോ പരാക്രമശാലിയെ, അവൻ്റെ ഒരു പ്രവൃത്തി കണ്ടിട്ട് ദൈവം പറയുകയാണ്. ദൈവം എൻ്റെ അടുക്ക വന്നിട്ട് പറയണു, അല്ലയോ പരാക്രമശാലി, ദൈവം നിൻ്റെ കൂടെ. അവിടെ അവൻ പറയുന്ന വാക്ക് നോക്കിയേ. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഗിദെയോൻ അവനോട് അയ്യോ, അത് കേട്ടപ്പോൾ അയ്യോ അങ്ങനെയാണോ? അയ്യോ യജമാനനെ, ഈ സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ. സ്തോത്രം. ഒന്ന് നിർത്തണേ. ഈ ഒരു ചിന്ത ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണം. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കടന്നു പോകുന്ന വിഷയത്തിൽ എനിക്ക് ജയം ലഭിക്കും. എൻ്റെ ശത്രു എന്നെ ഞെരുക്കത്തില്ല. എൻ്റെ ശത്രു എൻ്റെ മേൽ ജയം എടുക്കത്തില്ല. എന്താ വിഷയം? എന്തോ ദൈവം. അപ്പം എൻ്റെ ദൈവം ആരാണെന്നുള്ളൊരു തോന്നല. സർവശക്തനാണ്. അവൻ അറിയാതൊന്നും വരത്തില്ല. അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും എന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു ശക്തിയും എൻ്റെ നന്മ കൊണ്ടുപോകത്തില്ല. അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. ഈ ഒരു ചിന്ത, ഇത്രയും ഒരു ചിന്ത. ദൈവത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. സ്തോത്രം. ഒന്ന് ചിന്തിച്ച് നോക്കി. സ്തോത്രം. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. സ്തോത്രം. ഇനി ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്തെല്ലാം ദൈവം അറിയുന്നുണ്ടെന്നുള്ളത് ചിന്തിച്ചോണം. അതിൻ്റെ 25-ാം വാക്യം നോക്കി. നിൻ്റെ വിഷയം മാത്രമല്ല, നിൻ്റെ വിദ്യാഭ്യാസവും ഭാവി മാത്രമല്ല, നിൻ്റെ പശുത്വരത്തിൽ നിൽക്കുന്ന പശുക്കൾ എത്ര ഉണ്ടെന്നും കാള എത്ര ഉണ്ടെന്നും ക്ടാക്കൾ എത്ര ഉണ്ടെന്നും ആ ക്ടാവിന് എത്ര വയസ്സുണ്ടെന്നും അറിയുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. 25-ാം വാക്യം. അന്ന് രാത്രി എന്നിട്ട് ആ ദുർഗത്തിന്മേൽ എനിക്കൊരു യാഗപീഠം പണിയണം. ഇതിനാ ദൈവം വിളിച്ചത്. ഈ ലോകത്തിലുള്ള സർവ്വ അന്യ ആരാധനകളെ നീക്കി അവിടെയെല്ലാം സത്യാരാധന വെളിപ്പെടണം. ജീവനുള്ള സത്യം ഉയർത്തപ്പെടണം. അതിനെ ഒതുക്കുക എന്നുള്ള പിശാചിൻ്റെ ജോലി. നമ്മുടെ ജോലി, നമ്മളതിനൊന്നും ചെയ്യണ്ട. ചുമ്മാ തരുന്ന വിശ്വസിച്ച് സ്തോത്രം ചെയ്താൽ മതി, ദൈവം ഇടിച്ചോളും. ഇവിടെ നോക്കണം. അപ്പം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മാറാനാ പറയുന്നത്. അത് ഇങ്ങനെ പറയുന്നത്, ഇത്രയും നീ വിശ്വസിക്കണം. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദുഷ്ടനും എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ പശുത്വത്തിൽ നിൽക്കുന്ന കിടാവിൻ്റെ പ്രായം വരെ അറിയുന്ന ഒരു ദൈവത്തെയാ ഞാൻ സേവിക്കുന്നത്. ഇന്ന് പകൽക്കാലം കരമടിച്ച് ദൈവത്തിനൊരു മഹത്വം കൊടുക്ക്. എന്നെ അറിയുന്ന ഒരു ദൈവം, എന്നെ അറിയുന്ന ഒരു ദൈവം, എന്നെ അറിയുന്ന ഒരു ദൈവം, എന്നെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും ആ കരം നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞേ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സകലത്തുമേൽ ഞാൻ ജയിക്കും. എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയണം. ആദ്യം പറയണം, എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ സകലത്തെയും ജയിക്കും. ഞാൻ സകലത്തെയും ജയിക്കും. ദുഷ്ടൻ കൊണ്ടുവരുന്ന സർവത്തെയും, എൻ്റെ ബലഹീനതകളെ, സകല പരാജയങ്ങളെയും യേശു ക്രിസ്തു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ജയിക്കും. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഓർഡറൊക്കെ നിങ്ങൾ മനസ്സിലായോ? സ്തോത്രം. എന്താണ്? ഹല്ലേലൂയ. ദൈവം ആണ് എന്നെ സൃഷ്ടിച്ചത്. അവൻ്റെ സ്വരൂപത്തിലാണ് എന്നെ സൃഷ്ടിച്ചത്. ഞാൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിപ്പിൻ്റെ ഒരു മകുടമാണ്. 2, ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ എന്ത് ചെയ്യണം? 3, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം തരുമെന്നും എന്ത് ചെയ്യണം? ഒരു വിശ്വാസം വേണം. 3, ദൈവത്തോട് പറയണം, നീയാണ് എൻ്റെ കർത്താവ്, നീ ഒരിക്കലും എനിക്കൊരു നന്മയുമില്ല. സ്തോത്രം. എൻ്റെ ഓഹരി മൊത്തം നിൻ്റെ കയ്യിലുണ്ട്, അതാരും കൊണ്ടുപോകത്തില്ല, അത് തരത്തില്ലെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവം തരാൻ ശക്തനാണ്. നഷ്ടങ്ങളെ ലാഭമാക്കാൻ വീണ്ടും പറയുന്നു, അവനെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിക്കും, ഞാൻ സന്തോഷ പരിപൂർണതയുള്ളവനാകും. അവൻ്റെ പ്രഭാതം എനിക്കുണ്ട്. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ ഞരക്കം അറിയുന്ന,
ഒരു ദൈവം, എൻ്റെ പശുത്തൊറ്റി നിൽക്കുന്ന കിടാവിൻ്റെ പ്രായം അറിയുന്നൊരു ദൈവം. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇത് നടന്നു പോകുമ്പോഴൊക്കെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, ഇത് പറയണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, ഈ ലോകത്തെ ദുഷ്ടൻ്റെ സാന്നിധ്യമുണ്ട്, ഇരുട്ടിവിടെ ഉണ്ട്, അന്ധകാരമുണ്ട്, പിശാചുണ്ട്. നാം എത്ര വിശുദ്ധിയോടെ നല്ലതായി ജീവിക്കാൻ തുടങ്ങിയാലും ഈ പിശാച് സമ്മതിക്കത്തില്ല. ആർക്കും ഒരു ദോഷം ചെയ്തില്ലെങ്കിൽ സമ്മതിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ പല വിധത്തിലാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്ന സ്തോത്രം ഒരു വിഷയം വായിച്ചിട്ട് ഞാൻ നിർത്തട്ടെ. ഇനിയും ആ ലൂക്കോസിൻ്റെ സുവിശേഷം അവിടെ 1-2 കാര്യം പറഞ്ഞ് നിർത്തും. 15-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 11-ാമത്തെ വാക്യമാണ്. 11-ാമത്തെ വാക്യം ഒരു വാക്യം വായിച്ചാട്ടെ. ലൂക്ക് ചാപ്റ്റർ, അത് തന്നെയാണ് വായിക്കുന്നത്. ലൂക്ക് ചാപ്റ്റർ 15:11. പിന്നെയും യേശു കർത്താവ് പറഞ്ഞത്, ആ ആ ആ മതി, അത് സമയമില്ലാത്തതുകൊണ്ട് വായിക്കാൻ സമയമില്ല. ഇതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നോക്കിയ ചുങ്കക്കാരും പാപികളും, ശ്രദ്ധിച്ച് നിൽക്കണം. ഇനിയും ചുങ്കക്കാരും പാപികളും കർത്താവിന് എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ, യേശുക്രിസ്തുവിൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. അപ്പം അവർ പറയാണ്, ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. ഉടനെ അവൻ 3 ഉദാഹരണം പറയുക. അടുത്ത് നോക്കി, അവൻ അവരോട് അവൻ ഒരു ഉപമ പറഞ്ഞത്. മതി. അപ്പം 5-ാമത്തെ വാക്യം ഉപമ, 1-ാമത്തെ ഉപമ. പിന്നെ സ്തോത്രം 3 ഉപമയാണ് പറഞ്ഞത്. പിന്നെ 8-ാമത്തെ വാക്യം 2-ാമത്തെ ഉപമ, 11-ാമത്തെ വാക്യം 3 ഉപമ. ഈ 3 ഉപമയുടെ ലക്ഷ്യം ഒന്നാണ്. സ്തോത്രം. 1-ാമത്തെ ഉപമ ഞാൻ വിവരിക്കുന്നില്ല. നോക്കിയേ, 15-ന്റെ 1 മുതൽ വായിക്കുന്ന ഭാഗമാണ്. 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഒരു മനുഷ്യന്, ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ 1 കാണാതെ പോയി. അപ്പോൾ എത്ര? 100-ൽ 1 പോയുള്ളൂ. 100-ൽ 1 പോയുള്ളൂ. സ്തോത്രം. 2-ാമത്തത് 8-ാം വാക്യമാണ്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു, അതിൽ 1 കാണാതെ പോയി. 10-ൽ 1 കാണാതെ പോയി. വീണ്ടും 11-ാമത്തെ വാക്യം, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു, അതിൽ 1 ഇളയവൻ, 1 നഷ്ടപ്പെട്ടു. അപ്പം 1-ാമത്തെ മനുഷ്യന് 1-ാമത്തെ 100-ൽ 1 പോയി, 10-ൽ 1 പോയി, 2-ൽ 1 പോയി. ഏറ്റവും നഷ്ടം ആർക്കാ? ഉറക്കെ പറ, കണക്കറിയാമോ നോക്കട്ടെ. 2-ൽ 1 പോയി. അപ്പം സ്വത്തം ഞാൻ വിചാരിച്ചു 100-ൽ 1 പോയെന്നായിരിക്കും പറയുന്നത്. 2-ൽ 1 പോയി എന്ന് പറഞ്ഞാൽ 50% പോയി. മറ്റേ 1% പോയി, പിന്നെ 10% പോയി, പിന്നെ 50% പോയി. സ്തോത്രം. ഈ 3 ഭാഗത്തും കർത്താവ് പറയുന്ന ഒരേ ഉദ്ദേശമാണ് പറയുന്നത്. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ഹല്ലേലൂയ. അതിൻ്റെ ഈ 100-ൽ 1 പോയടനെ ഇതിനെ എന്നാ പിന്നെ 100 ബാക്കി 99 ഉണ്ടല്ലോ എന്ന് വിചാരിച്ച കർത്താവ് വിട്ടുകളഞ്ഞില്ല. വിട്ടുകളയാതെ 99-നെ വിട്ടു. ആ 1-ന് പുറകെ പോയെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. നമ്മളെക്കാൾ നീതിമാന്മാർ അനേകര് പട്ടണത്തിൽ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവം നമ്മെ അന്വേഷിച്ചു വന്നു. സ്തോത്രം. അപ്പം കിട്ടി ഈ 1-ന് 99. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണേ. 99-നെ മരുഭൂമിയിൽ വിട്ട് 1-നെ അന്വേഷിച്ചു. തോട്ട കണ്ടിട്ടല്ല പോകുന്നത്, അന്വേഷിച്ചു നടക്കുക. നമ്മൾ എവിടെയാ കിടക്കുന്നത് എന്ന് നോക്കി 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 അന്വേഷിച്ചു. കിട്ടിയപ്പോൾ എന്തോ ചെയ്തെന്നറിയാമോ? 4-ാം വാക്യം നോക്കിയേ. അതിനെ അവിടെ നിൽക്കണേ. ഈ ചുമലിലെടുത്തോണ്ട് ഇങ്ങനെ വരുമ്പോൾ ഈ 99 ആടും നോക്കി നിൽക്കുക. ഈ 99-നെയും എന്ത് ചെയ്തിട്ടില്ല. ഈ 1-നെ നീ നഷ്ടപ്പെട്ട സ്ഥാനത്ത്
മടങ്ങി വരാൻ. നീ കുരുങ്ങിക്കിടക്കുന്നിടത്ത് ഈ നല്ല കർത്താവ് വന്ന് നിന്നെ കണ്ടെത്തി ചുമലിലെടുക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട്. നീ ഏതു വിഷയത്തിലാ വേദനിക്കുന്നത്? മറ്റാരുടെ വിഷയമല്ല, നിന്റെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഈ ദൈവശക്തനാം. ബാക്കിയുള്ളവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ ചുമലിലെടുത്തുകൊണ്ട് ഈ ഇടയൻ വരികയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഹല്ലേലൂയ. ഈ 99 ആടും തമ്മിൽ നമ്മളാണ് ഇന്ന് കുശൂഷിപ്പിക്കുകയല്ല, തമ്മിൽ പിറുറുക്കല്ല. അതും ചിന്തിക്കുന്ന എന്താ? നാളെ ഞാനും ഒരു ബലഹീനതയിൽ വന്നാൽ എന്നെ ഇതുപോലെ തോളത്തെടുത്തുകൊണ്ട് ബാക്കിയുള്ളവർ നോക്കി നിൽക്കുമ്പോൾ എന്നെ അന്വേഷിച്ച് വന്ന് തോളത്തെടുത്തുകൊണ്ട് നിൽക്കുന്ന കൊണ്ടുവരുന്ന ഒരു നല്ല ഇടയൻ എനിക്കുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് പകൽക്കാലം അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് കരമടിക്കുന്നത്, അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ നാം 1000 നടത്തുന്നു. ദൈവം നമ്മെ വിടുവിച്ച് നമ്മെ കൊണ്ടുവന്ന് ദൈവ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയൊക്കെ ഒത്തിരി പറയാനുണ്ട്. ഒന്ന് ആട, ജന്തുക്കളില്ല. മറ്റൊന്ന് വസ്തുവ, ദ്രമ്യ. പിന്നെ മറ്റൊന്ന് മകൻ. ഏറ്റവും നഷ്ടം വന്നത് മകന് വന്ന നഷ്ടമാണ്. നോക്കിക്കോണം. രണ്ടാമത് 8-ാം വാക്യത്തിൽ ദ്രഹ്മ കാണാതെ പോയപ്പോൾ ഒരു സ്ത്രീയാ, ബലഹീനനായ ഒരു സ്ത്രീ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ച് തന്നെ പറയുക കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് ചെയ്യുന്നു? വിളക്ക് കത്തിച്ചു, അടിച്ചു വാരാൻ തുടങ്ങി. എത്ര നാൾ അടിച്ചു വാരിയിട്ടാണ് നമ്മെ കണ്ടെത്തിയത്? അത് താരിയോട്ടൊക്കെ വായിക്കുന്നുണ്ട്. നാം കിടക്കുന്നിടത്ത് ഒരു പ്രാവശ്യം അടിച്ചു വാരി നോക്കി, പുറകെ നമ്മൾ വായിക്കുന്നില്ലേ, ഏത് നാരിയൊക്കെ കൂടെ നടക്കുക തിരിച്ചെരിശിലേമിലേക്കൊന്ന് കൊണ്ടുവരുവാൻ. 33.5 വയസ്സ് വരെ ഇവിടെ ജീവിച്ച് കൊണ്ട് നടന്ന് പഠിപ്പിച്ചവൻ ബലഹീനനായി പോകുമ്പോൾ അവൻ്റെ കൂടെ നടക്കുക. ഏത് നാരിക എങ്ങനെങ്കിലും അവനെ മടക്കി വരുത്തുക. നീ ഏതു ബലഹീനത വന്നാലും ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല കേട്ടോ. ആരെല്ലാം നിന്നെ നിന്ദിച്ചാലും നിന്നെ ഒറ്റപ്പെടുത്തിയാലും, സ്തോത്രം, എന്തെല്ലാം വിഷയം വന്നു ICU കയറ്റി ഡോക്ടർ പറയുക ഒരു കാരണവശാലും എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോഴും സ്വർഗത്തിലെ ദൈവം പറയും, എനിക്ക് കഴിയോ, നിന്നെ വിടിയിപ്പാൻ എനിക്ക് കഴിയും. ഇന്ന് പകൽക്കാലം ഇങ്ങനെ സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്. അവരെ ഇന്ന് പകൽക്കാലം കരമുയർത്തി ശക്തമായി ദൈവത്തിന് മഹത്വം കൊടുക്ക്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ. ആ സ്ത്രീയും കണ്ടുകിട്ടിയപ്പോൾ അയലോക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി സന്തോഷം വെളിപ്പെടുത്തുക. എൻ്റെ ഒരു ദ്രഹ്മ കാണാതെ പോയി, കണ്ടുകിട്ടിയിരിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ. അതിൻ്റെ അർത്ഥം എന്താ? നാം ആയിരിക്കുന്ന പാപത്തിൽ നിന്നും, ലംഘനത്തിൽ നിന്നും, അന്യാരാധനയിൽ നിന്നും, ഈ വിവിധ അവസ്ഥകളിൽ നിന്ന് മടങ്ങി നിനക്ക് വേണ്ടി ജീവൻ വെച്ച് തന്ന യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരുമ്പോൾ സ്വർഗം സന്തോഷിക്കുമെന്ന്, ദൂതന്മാർ സന്തോഷിക്കുമെന്ന്, ഇന്ന് പകൽക്കാലം അനേകർ സന്തോഷിക്കുമെന്ന്. സ്തോത്രം. സമയമില്ല, സമയം തീർന്നു. എൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കിയേ. സ്തോത്രം. 11-ാമത്തെ വാക്യം. ഒരു അപ്പന് 2 മക്കളുണ്ട്. ഇളയവൻ പറയുകയാണ്, സ്തോത്രം, അപ്പ എനിക്ക് വരണ്ടിയ സ്വത്ത് തരണമെന്ന് പറഞ്ഞു. നല്ലൊരപ്പൻ. അവൻ അധ്വാനിച്ചതല്ല, അവൻ സ്തോത്രം മുതൽ മുടക്കിയതല്ല. പക്ഷെങ്കിൽ അപ്പൻ ചോദിച്ച ഉടനെ തന്നെ തന്നു. നീ യാചിക്കുന്ന ഏവനും ലഭിക്കും, നീ തരും. പക്ഷെ ഇത് മേടിച്ചുകൊണ്ട് നീ അപ്പൻ്റെ ദൂരെ എന്ത് ചെയ്യരുത്. അപ്പനെ വിട്ട്, അപ്പനോടുകൂടെയുള്ള ജീവിതം ദുഃഖമാണെന്നോ, അത് കഷ്ടതയാണെന്നോ, അതിന് നിനക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് നീ വിചാരിക്കരുത്. അപ്പനോടുകൂടെയുള്ള ജീവിതമാ സന്തോഷ പരിപൂർണത. അപ്പനോടുകൂടെയുള്ള ജീവിതമാ നിനക്ക് സുരക്ഷിതത്വം. നീ എവിടെ പോയി ആരോടെല്ലാം കൂത്താടിയാലും നീ മടങ്ങി വരേണ്ട ഒരു ദിവസമുണ്ട്. അവിടെ നിന്നും നിനക്ക് സന്തോഷ പരിപൂർണത ലഭിക്കത്തില്ല. എൻ്റെ അപ്പൻ്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണതയുള്ളത്. ഹല്ലേലൂയ. അവൻ കൂട്ടുകാരുടെ കൂടെ പോയി. അവൻ ഈ പണം സമ്പാദിച്ച്, അന്നത്തെ കാശ് ആ പോക്ക് നിങ്ങൾ കാണണം. ഇന്നത്തെ പോലെ നോട്ടൊന്നുമില്ല. സ്വത്രം ചക്രം ഒക്കെ. അപ്പോൾ ഈ അപ്പൻ്റെ സ്വത്ത് മൊത്തം തോളത്തിട്ടുകൊണ്ട് പോയപ്പോൾ ഇവൻ്റെ കൂടെ ഒത്തിരി പേര് കൂടിക്കാണും. സ്വത്രം കൂട്ടുകാർ കൂടി. അവൻ സന്തോഷിച്ചു, മദ്യപിച്ചു. ജ്യേഷ്ഠൻ പറയുന്നുണ്ട് താഴോട്ട് വായിക്കുമ്പോൾ, വേശ്യമാരുടെ കൂടെ കിടന്ന അവൻ നിൻ്റെ മകൻ മടങ്ങി വന്നെന്ന്.
വേശ്യമാരുടെ അവൻ പോയി ഈ ലോകത്തിലെ സർവ്വ സുഖ സൗകര്യങ്ങളും ഒക്കെ വിട്ട് ഇങ്ങനെയൊക്കെ നീ പോകുമ്പോൾ നിന്റെ സൃഷ്ടാവും ഉടയവനും നിന്നെ വീണ്ടെടുത്തവനുമായ അപ്പനെ വിട്ട് നീ ദൂരെ പൊക്കുകയാ, നീ ദൂരെ പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം സ്തോത്രം, ലോകത്തിലെ സന്തോഷം എനിക്ക് വേണ്ട, അപ്പൻ്റെ കൂടെ സന്തോഷിക്കാത്ത ഒരു സന്തോഷം എനിക്ക് വേണ്ട. ഇന്ന് പകൽക്കാലം പറയണം, ലോകം സന്തോഷിക്കട്ടെ. അത് ക്യാമറയായിട്ടോ വേറെ ഏതെങ്കിലും വിഷയത്തിൽ ഏത് വേഷം കെട്ടിയും സന്തോഷിക്കട്ടെ, എനിക്ക് എൻ്റെ അപ്പൻ്റെ കൂടെയുള്ള സന്തോഷം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. സമയം തീർന്നു. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ, സ്തോത്രം. ഒടുവിൽ അവൻ പണമൊക്കെ തീർന്നു. കൂട്ടുകാരെല്ലാം പോയി. താഴോട്ട് നിങ്ങൾ വായിക്കണം. അവൻ ആ ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. അവനൊരു ജന്മിയെ പോയി കണ്ടു. അവനൊരു ആ പട്ടണത്തിൽ ഏറ്റവും ജന്മിയെ കണ്ടപ്പോൾ ജന്മി അവന് കൊടുത്ത ജോലി എന്താണെന്നറിയാമോ? പന്നിയെ തീറ്റുന്ന ജോലി കൊടുത്തു. പന്നികളുടെ കൂടെ കിടക്കുന്ന പന്നികളെ തീറ്റുന്ന ജോലി കൊടുത്തു. ഈ ലോകം തരുന്നതെല്ലാം ഇങ്ങനെയാണ്. ഞാനത് ചിന്തിച്ചപ്പോൾ ഒത്തിരി കാര്യം ചിന്തിച്ചു. സ്തോത്രം. ഇവിടെയൊക്കെയുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ ചെയ്താൽ നിനക്ക് അല്പമായിട്ട് നിന്റെ ചെറിയിൽ ചേർത്ത് ഒരു നന്മയൊക്കെ തരുമ്പോൾ ഹല്ലേലൂയ, നിന്നെ ഒരു ദിവസം ആരാധനയ്ക്ക് വിടത്തില്ല. അതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ പദ്ധതി. നിന്നെ ആരാധിക്കാൻ വിടത്തില്ല. ഹല്ലേലൂയ. ഞാനൊരിക്കൽ എൻ്റെ അധികാരിയോട് ചോദിച്ചു, നീ ഒരു ദിവസം 5 നേരം പ്രാർത്ഥിക്കത്തില്ലേ? എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം 2 മണിക്കൂർ എൻ്റെ ദൈവത്തെ വിളിക്കാൻ നീ സമയം തരത്തില്ലേ? എനിക്ക് ജോലിയല്ല വലുത്, എൻ്റെ ദൈവം എന്നെ ഉയർത്താൻ മതിയായവനാ. ഇത് നീ നിന്റെ ബോസിനോട് പറഞ്ഞില്ലെങ്കിലും നിന്റെ ഹൃദയത്തിലുണ്ടാകണോ? എൻ്റെ ദൈവത്തെ മാനിച്ചാൽ എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന് മഹത്വം കൊടുത്താൽ എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നീ ദൈവത്തോട് പറയണം, എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണോ, എനിക്ക് അവന് മഹത്വം കൊടുക്കണോ. പന്നികളുടെ കൂടെ അവൻ ഹല്ലേലൂയ, അവൻ പന്നി കരിക്കുന്ന വാളവര തിന്നാൻ തവിടുണ്ടല്ലോ, തവിട് കൊലച്ച് നിങ്ങൾ കുഞ്ഞുങ്ങളൊന്നും കണ്ടിട്ടില്ല. അത് തിന്നാൻ അവൻ ആഗ്രഹിച്ചു. അതും കൊടുത്തില്ല. അവൻ്റെ കൂടെ വേറെ ജോലിക്കാർ കാണും. സ്തോത്ര. ഹല്ലേലൂയ. ഇവൻ ഒരു ദിവസം ഇങ്ങനെ പ്ലാനിൽ ഇവൻ ആപ്പട എല്ലും തോലുമായി അപ്പൻ്റെ ദൂരപ്പോ അപ്പനെ വിട്ടു പോകുന്നവൻ ഒരിക്കലും സ്തോത്ര അവൻ്റെ അവസ്ഥ ഓർക്കണം. എല്ലും തോലും ഒക്കെ ഇരിക്കുകയല്ലേ. ആ ദേശത്ത് ക്ഷാമം വന്നില്ലാണ്ട് വിശപ്പെടുക്കാൻ കഴിയാതെ ഇവൻ്റെ കൂടുള്ള ജോലിക്കാരൊക്കെ കാണാതിരുന്ന് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും വിശപ്പെടുക്കാൻ സ്തോത്രം കരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവൻ്റെ കൂടുള്ള ജോലിക്കാർ കണ്ടു കാണും. അവൻ ചെന്നിട്ട് യജമാനനോട് പറഞ്ഞു കാണും, സ്തോത്രം, ഈ ഇടയിൽ ഒരാളെ ജോലിക്ക് വെച്ചിട്ടില്ലേ, പന്നിയുടെ കാര്യം പോക്ക. അവൻ പന്നിയുടെ ഭക്ഷണം തിന്ന് സ്തോത്രം പന്നിയെ പിടിക്കുമെന്ന് പറഞ്ഞ ഉടനെ സ്തോത്രം അതുപോലും അവന് ലഭിച്ചില്ല. ഈ ലോകത്തിൽ ഏത് യജമാനനെ ആശ്രയിച്ചാലും ഇത്രയേ ഉള്ളൂ, സ്വർഗത്തിൽ നിനക്കൊരു യജമാനനുണ്ട്. അപ്പോൾ നീ നോക്കണം, അപ്പോൾ അവന് സുബോധം വന്നു. എന്താ സുബോധം? അപ്പോൾ എന്താ സുബോധം എന്ന് പറയുന്നത്? അപ്പന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്നതിനാ സുബോധം എന്ന് പറയുന്നത്. അത് ഏതു പ്രായത്തിലായാലും നിനക്ക് നീ അപ്പന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നീ സുബോധമുള്ളവനായി. അവൻ അവിടെ ഇരുന്ന് ഒരു പ്രാർത്ഥന പഠിച്ചു. അവൻ അവിടെ ഇരുന്ന് പറയുകയാണ്, നിങ്ങൾ നോക്കണം, ഞാൻ പോയി, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കും, ഞാൻ അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട് അപ്പനോട് ഇങ്ങനെ പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോടും ആദ്യം ദൈവകൃപ വിട്ടു പോകുമ്പോൾ, അപ്പനെ അനുസരിക്കാതെ അമ്മയെ അനുസരിക്കാതെ നീ പോകുമ്പോൾ ആദ്യം നീ ദൈവത്തോടാ പാപം ചെയ്യുന്നേ. ദൈവത്തോടും അപ്പനോടും പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനല്ല. ഇങ്ങനെ ഞാൻ അപ്പനോട് പറയുമെന്ന് അവൻ പറഞ്ഞു. അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ ഇങ്ങനെ നടന്ന് വരികയാണ്. ഇവൻ്റെ മനസ്സിൽ വലിയ ആകുല ചിന്തയാ. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഇവനെ നടന്നു വരുന്ന രംഗ, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പണ്ട് ഒരു മകനെ സ്തോത്രം വീട്ടിൽ നിന്നു സ്തോത്രം നഷ്ടപ്പെട്ടവനെ വീട് വിട്ടുപോയി കുറേ കഴിഞ്ഞു അന്യ ഒരു ദേശത്ത് ചെന്നു. സ്തോത്രം ബോംബെയിലോ ഡൽഹിയിലോ അങ്ങോട്ടൊക്കെ ചെന്നു. ദിവസങ്ങളായി അവൻ വളരെ ഞെരുക്കത്തിലായപ്പോൾ ഇവൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരണമെന്ന് ഇവനെ ഹല്ലേലൂയ ഒരാഗ്രഹം വന്നു. ഇവന് പേടി, അപ്പൻ്റെ അടുക്കലേക്ക് വന്നാൽ അപ്പൻ കൈക്കൊള്ളുമോ? അപ്പൻ്റെ സ്വത്തെല്ലാം മുടിച്ച് ദൂരെ പോയതാ.
ഇവൻ്റെ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അടുക്കലാണ് താമസിക്കുന്നത്. ഇവന് മടങ്ങി വരാൻ ആഗ്രഹം വന്നിട്ട് ഇവനൊരു കാർഡ് മേടിച്ചിട്ട് സ്തോത്രം എഴുതി, അപ്പോൾ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു, എന്നെ കൈക്കൊള്ളുമോ? സ്തോത്രം, ഞാൻ ഇന്ന ദിവസം ഇത്ര മണിയുടെ ട്രെയിനിന് വരൂ, സ്തോത്രം, എന്നെ അപ്പൻ കൈക്കൊള്ളുമെന്നെങ്കിൽ നമ്മുടെ വീടിൻ്റെ വടിക്ക് നിൽക്കുന്ന ആ മാവേലെ ഒരു വെള്ള കൊടി കണ്ടാൽ സ്തോത്രം എനിക്ക് മനസ്സിലാകും അപ്പൻ എന്നെ കൈക്കൊള്ളുമെന്ന്. ഞാൻ അവിടെ വരുമ്പോൾ നോക്കും, ആ കൊടി കണ്ടാൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അപ്പൻ ഇവൻ ഈ കാർഡയച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഇവൻ വരുമ്പോൾ ഇവന്റെ ഉള്ളിൽ ആവലാതിയാണ്. അവന്റെ കൂടിയിരിക്കുന്നവരോട് ഇവൻ കാര്യമൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ നോക്കിയിരിക്കുക. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാമോ? സ്വത്രം, അപ്പന് മനസ്സിലായി ഈ ട്രെയിൻ പാഞ്ഞു പോകുമ്പോൾ ഒരു കൊടി നാട്ടിയാൽ എൻ്റെ മകൻ കാണാതെ നഷ്ടപ്പെട്ടു പോവോ എന്ന് വിചാരിച്ച മരം മുഴുവനും ആ മാവ് മുഴുവനും വെള്ളക്കൊടി കൊണ്ട് നിറച്ചു. ഈ ട്രെയിൻ എത്ര പാസ്റ്റായി പോയാലും എൻ്റെ കുഞ്ഞു കാണണം, എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരണം. ഇന്ന് പകൽക്കാലം നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും നിന്നെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. സമയം തീർന്നു. ഒറ്റ വാക്കൂടെ ഞാൻ പറയട്ടെ. ഇവൻ അവിടെ നിന്ന് വരുമ്പോൾ ഇവൻ പന്നിയുടെ കൂടെ കിടന്ന ഡ്രസ്സും അതൊന്നും മാറിയിട്ടില്ല. ഇവൻ മടങ്ങി വരുമ്പോൾ അപ്പൻ ദൂരത്ത് നിന്ന് അവനെ കണ്ടു. നിങ്ങൾ വായിച്ചു നോക്കണം. കർത്താവ് പറയുന്ന കാര്യമാണ്. അപ്പനോടി ഇറങ്ങി ഓടി. നീ എത്ര മെലിഞ്ഞാലും, നീ ഏതവസ്ഥയിൽ കിടന്നാലും നിന്നെ മനസ്സിലാകുന്ന ഒരു അപ്പൻ. അവൻ്റെ സ്വരൂപത്തിലല്ലേ നീ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൻ ദൂരെ നിന്നേ കണ്ടു. അപ്പനോടി അവനെ ചെന്നു, കെട്ടിപ്പിടിച്ചു, അവനെ ഉമ്മ വെച്ചു. അവൻ ദാസന്മാരോട് പറഞ്ഞു, ഇവന്റെ കൈക്ക് മോതിരം, ഇവന് കാലിന് ചെരുപ്പ്, വിശേഷ വസ്ത്രം, തടിപ്പിച്ച മൃഗത്തെയാ അറത്ത് ഇന്ന് പകൽക്കാലം ഇവിടെ ആരാധനയോ. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്നു, എനിക്കിതാ മടക്കി ലഭിച്ചിരിക്കുന്നു. ഞാൻ ഒറ്റ വാക്ക് ചോദിക്കട്ടെ, ഇവൻ എന്തുകൊണ്ടാണ് മടങ്ങി വന്നേ? അവൻ എന്തുകൊണ്ടാണ് മടങ്ങി വന്നേ? അവന് വിശന്നപ്പോൾ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാർ തിന്ന്. ഇപ്പം നീ ചിലപ്പോൾ ഒരു ഭക്ഷണത്തിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി, ഒരു രോഗം മാറാനായിരിക്കും നീ ആരുടെ വരുന്നേ? ഈ അപ്പൻ്റെ അടുക്കൽ വരുന്നേ. പക്ഷേ പിന്നൊരിക്കലും അപ്പൻ നിന്നെ വിടത്തില്ല. നിന്റെ ഒരു ആവശ്യം അനുസരിച്ചായിരിക്കും നീ അപ്പൻ്റെ അടുക്കൽ. നിന്റെ ഉള്ളിലെ ഭീതിയാകും, ഭയമാകും. നിന്റെ സ്തോത്ര ഹല്ലേലൂയ അപ്പൻ്റെ അടുക്കലേക്ക് നീ വരുന്നത്. പക്ഷെ ഈ അപ്പൻ മാർവോട് കെട്ടിപ്പിടിച്ച്, ജ്യേഷ്ഠന് ഇഷ്ടമാണോ നാട്ടുകാർക്ക് ഇഷ്ടമാണോ എന്ന് ദൈവത്തിന് വിഷയമല്ല. നിന്നോടൊപ്പം സന്തോഷിക്കുന്ന ഒരപ്പൻ ഇന്ന് പകൽക്കാലം ജീവിക്കുന്നു. അവന് വേണ്ടി നിന്റെ ഹൃദയം പൂർണ്ണ ഹൃദയത്തോട് സമർപ്പിക്കേ.